പിന്നെ നോമിനേഷൻ അവാർഡ് കൊടുത്തപ്പം ഒരുപാട് നോമിനേഷൻ ആൾക്കാരൊക്കെ വന്നിരുന്നുണ്ട്. ലാസ്റ്റായിട്ടാണ് പിന്നെ ഇങ്ങനെയൊക്കെ തിരിച്ചതും ഇങ്ങോട്ടേക്ക് വന്നതൊക്കെ. പിന്നെ പക്ഷേ എനിക്ക് ജോണിൻ്റെ പേര് വന്നത് എന്നെ ഭയങ്കരമായി അത് ഭയങ്കരമായൊരു ഹിറ്റായിരുന്നു. എനിക്ക് ജോണിൻ്റെ പേര് അവിടെ വന്നതെന്ന് പറഞ്ഞത് ഒരു വർഷമായിട്ട് നമ്മുടെ കൂടെ വെറും ഒരു വർഷമായിട്ട് ജോണ് വർക്ക് ചെയ്യുക, എന്നിട്ട് പിന്നെ ജോണിൻ്റെ പേര് ഇതിലേക്ക് വരിക എന്ന് പറയുന്നതിന് സീരിയസ്ലി അത് ചൂസ് ചെയ്ത മാനേജേഴ്സ് ആവട്ടെ, സീനിയർ മാനേജേഴ്സ് ആവട്ടെ, എല്ലാ ആൾക്കാർക്കും ഐ റിയലി റെസ്പെക്ട് യു ഗൈസ്. ആൻഡ് ജോൺ, ഓഫ് കോഴ്സ്, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം മാൻ. വെർ ഇസ് ജോൺ? എവിടെ ജോൺ? ഉണ്ട്. ഓക്കെ, അടുത്ത പ്രാവശ്യം. ഓക്കെ. പിന്നെ വേറൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 100% ഐ എം ഷുവർ നെക്സ്റ്റ് ടൈം 2025 ഡിസംബറിൽ അത് എക്സ്പോർട്ടായി നിങ്ങൾക്ക് കിട്ടൂല. ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് കിട്ടൂല. അത് ഇജാസ് അടിച്ചിരിക്കും. അപ്പോൾ ഇജാസ് വിടാത്തതുകളുടെ പിന്നാലുണ്ട്. പക്ഷേ എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അങ്ങനെ 1-2 ഡിപ്പാർട്ട്മെൻറ്റുകൾ നോമിനേഷനിൽ വരിക എന്നുള്ളതല്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നോമിനേഷനിൽ വരണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വേണം. ആ ഒരു ഫയർ കീപ്പ് ചെയ്യണം. ആ ഫയർ കീപ്പ് ചെയ്ത് വരണം. ഗോയിങ് ഫോർവേഡ് ഞാൻ എൻ്റെ ഒരു സ്പീച്ചിലേക്ക് വരാം. എനിക്കറിയാം, ഞാൻ പിന്നെ എല്ലാ ശനിയാഴ്ചയും ഇവിടെ സ്പീച്ച് ചെയ്യുന്ന ആളാണ്. എൻ്റെ സ്പീച്ച് കേട്ട് മടുത്ത ആൾക്കാരാണ് ഇവിടെ മുമ്പിലുള്ളത്. പക്ഷേ ഓഫ് കോഴ്സ് എൻ്റെ ഫാദർലി ഫിഗർ ആയ ആൾക്കാരുണ്ട്. അതേപോലെ ഉമ്മാനെ പോലെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ അബ്രിക്കൻസിനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് പറയുന്നില്ല. എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് വന്നതുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോകും. അധികം സമയം എടുക്കുന്നില്ല. ഭക്ഷണം റെഡി. ഭക്ഷണം വന്നോ? സെറ്റാണല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ ആകുവാനുള്ള കാരണമെന്ന് ഇപ്പോൾ ബെർച്ചിനോട് ചോദിച്ചാൽ അറിയാം, മജീദിനോട് ചോദിച്ചാൽ അറിയാം. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് നമ്മുടെ സക്സസിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാവണല്ലോ നമ്മുടെ ഒരു സക്സസ്സിന് എന്താണ് ഒരു കാര്യം എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് പല ആൾക്കാർക്കും പല ആൻസറുകളുണ്ടാവും, അല്ലെങ്കിൽ പല വ്യൂ പോയിന്റുകളുണ്ടാവും. എൻ്റെ വ്യൂ പോയിന്റിൽ, എൻ്റെ ടേംസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യത്തിൽ, നിങ്ങളൊരു സംഭവത്തിൽ നിങ്ങൾ സക്സസ് ആവുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി, ഏറ്റവും ബേസിക്കലായി നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രയോറിറ്റി. നിങ്ങൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത്, ആ കാര്യത്തിൽ നിങ്ങൾ സക്സസ് ആവും. നിങ്ങൾ പ്രയോറിറ്റി ഏതെങ്കിലും കാര്യത്തിൽ കൊടുക്കുന്നില്ല, നിങ്ങൾ വളരെ ജനറലി പോകുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ സക്സസ് ആവില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പ്രയോറിറ്റി മേക്സ് യു സക്സസ്. വേറൊരു കാര്യവുമില്ല. ഞാനിപ്പം ജോലി ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളാണ്, ഒരുപാട് ചെറുപ്പം മുതലേ ജോലി ചെയ്ത ഒരാളാണ്. ഇവിടെ എല്ലാ ആൾക്കാർക്കും അറിയാം. ഇപ്പം ഇവിടെ ബാപ്പാക്ക ഉണ്ട്, നൗഫലിൻ്റെ ബാപ്പ. ഞാനൊക്കെ 8ാം ക്ലാസ് മുതൽ ജോലി ചെയ്യുന്ന സമയത്ത് നൗഫലിൻ്റെ ഫാദർ ബാപ്പാക്ക അപ്പുറത്തെ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ആളാണ്. ഭയങ്കര കച്ചവടമായിട്ടാണ് പൂട്ടി. എന്നിട്ടത് പിന്നെ ലൈം ജ്യൂസൊക്കെ അടിക്കുന്ന ഒരു ഷോപ്പാക്കി. അപ്പോഴും ഞാനിപ്പുറത്ത് ഗുളിക കുടിച്ച് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ആ സമയം മുതൽ പിന്നെ മൂപ്പരൊക്കെ വിറ്റ്നസ്സാണ് എന്നെ സംബന്ധിച്ചിട്ട്. ഒബ്വിയസ്ലി അതേ സമയം മുതൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ ജോലിയാണ്. ജോലി തന്നെയാണ്. അത് ബിസിനസ്സാണെന്ന് ഞാൻ പറയുന്നില്ല, ജോലിയാണ്. അത് എന്നോട് പറയാണ്, വെദർ ഷാജി ഐ യു എ ഗുഡ് ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഐ യു എ ഗുഡ് സൺ, അല്ലെങ്കിൽ ഐ യു എ ഗുഡ് ഫാദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനല്ല. സോറി റിയ, ഓക്കെ കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ വേറെ, എന്നാലും സത്യമായിട്ട് പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രയോറിറ്റി ബിസിനസ്സാണ്, എൻ്റെ പ്രയോറിറ്റി ജോബാണ്. നിങ്ങളുടെ പ്രയോറിറ്റി ഫാമിലിയാണ് എങ്കിൽ, നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ ഫുട്ബോളാണ് എങ്കിൽ, നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ വേറെ പല കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ സക്സസ് ആയിരിക്കും. നിങ്ങൾ നല്ല ഫാദറാണോ, നിങ്ങളുടെ പ്രയോറിറ്റി ഫാമിലിയാണോ, നിങ്ങൾ നല്ല ഫാമിലി ആയിരിക്കും. നിങ്ങളുടെ വൈഫും കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എൻ്റെ വൈഫും കുട്ടികൾ ഹാപ്പിയാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ചോദിച്ചൊക്കെ പോകുമ്പോൾ. ബട്ട് എനിക്ക് 100% ഉറപ്പാണ് അതെൻ്റെ സെക്കൻഡറിയാണ്. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. രണ്ടാമത് നിങ്ങളുടെ ഓരോരോ ലൈഫിലുള്ള ഓരോരോ കാര്യങ്ങൾ നോക്കിക്കോ, അത് തന്നെയായിരിക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകം. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ ടൈം, ഏറ്റവും കൂടുതൽ ടൈം നിങ്ങൾ എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ഏത് പ്രയോറിറ്റിക്കാണ് സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ ചിന്തിപ്പിക്കുന്നത് എന്താണ്, ഏത് പ്രയോറിറ്റിയിലാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്, ഞെട്ടി ഉണരുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് എന്താണ്, ഉറക്കത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് എന്താണ്, ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താണ്, അതാണ് നിങ്ങളുടെ പ്രയോറിറ്റി. അതാണ് നിങ്ങൾ എന്ന് പറയുന്ന ആളെക്കുറിച്ചിട്ട്, നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് എങ്കിൽ
അതാണ് നിങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ സക്സസ് ആയിരിക്കും. ഒരു സംശയം ആ കാര്യത്തിലില്ല. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന കാര്യമാണ്, നിങ്ങൾ എല്ലാ മാനേജേഴ്സിനോടാണെന്നുണ്ടെങ്കിലും എല്ലാ ആൾക്കാരോടും പറയുന്ന കാര്യമാണ്. ഈ ഇവിടെയുള്ള ഓരോരോ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ആൾക്കാർക്ക് എന്ത് കൊടുക്കുന്നുവോ അതെന്തായാലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഒരു സംശയവും ആ കാര്യത്തിൽ അത് തിരിച്ചു കിട്ടാതെ ഒന്നും ഇവിടുന്ന് പോയിട്ടില്ല. ഒരു കഥ ഉണ്ട് കേട്ടോ, ഒരു എന്താ പറയുക, ഭയങ്കര ക്ലീശ കഥയായിരിക്കും, ക്രിഞ്ച് കഥയായിരിക്കും കേട്ടോ, നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്. ഒരാൾ മരിച്ച് പടച്ചോൻ്റെ അടുത്തേക്ക് പോയി. അപ്പം പടച്ചോൻ, ദൈവം, ഗോഡ്, ഓൾമൈറ്റി, ഹൂവർ ഇറ്റ് ഈസ്. അപ്പോൾ നമ്മളിങ്ങനെ പടച്ചോൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഇങ്ങനെ സ്വർഗം കാണും, ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നരകമൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ പടച്ചോനോട് ഇങ്ങനെ പറയും, ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ലോകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, കുറേ കാര്യം ഞാൻ ഭൂമിയിൽ ഞാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പടച്ചോൻ ചോദിക്കും, നീ എന്ത് ചെയ്തത് ചോദിക്കും. അപ്പോൾ ഇവർ പറയും, നീ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ നിനക്ക് പുറത്തു തന്നു, ചെയ്ത കാര്യങ്ങൾ പറയാറ്. അപ്പോൾ ഞാനിങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നിനക്ക് കൈ തന്നിട്ടില്ലേ, കാല് തന്നിട്ടില്ല, ഞാൻ തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നീ ഒന്ന് എണ്ണി നോക്ക്. നിന്നെ ഒന്നുമില്ലാതെ അല്ല ഒരു മിനിറ്റ് അവിടെ നിന്ന് ഒന്ന് സൗണ്ട് എടുക്കാൻ വേണ്ടി പറയട്ടാ. ഓയ് പാജി, തോടാ യാർ, അർബാബേ യാർ, തോടാ. इस टाइम थोड़ा रेस्पेक्ट करो प्लीज, बहुत आदमी लोग बाहर से बहुत आदमी आए हैं. അപ്പം ഇവരോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പറയും, നിങ്ങൾ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നുമല്ല എന്ന് പറയും. ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ മൂപ്പരിങ്ങനെ പറയും, നിനക്ക് കാല് തന്നിട്ടില്ലേ, കൈ തന്നിട്ടില്ലേ, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്, ആ ആൾക്കാരൊക്കെ നിനക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് നിനക്ക് തന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീ തന്ന നിസ്കാരമൊക്കെ മതിയോ? എന്താണ് നീ എക്സ്ട്രാ ചെയ്തത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവസാനം വന്നിപ്പോൾ സ്വർഗത്തേക്ക് പോകാൻ ഒരു വകുപ്പില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനിപ്പോൾ മോറൽ സ്റ്റോറി പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നമുക്ക് എന്ത് കിട്ടുന്നുവോ അതാണ് അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യവും ചെയ്യുക. നിങ്ങൾ ഒരു സാലറി വാങ്ങുന്ന ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇത്രയല്ലേ കിട്ടണുള്ളൂ, ഇത്രയൊക്കെ മതി, ഇതിനിപ്പോൾ അവിടുത്തെ അതിനും മാത്രം വലിയ ഇതൊന്നും മെച്ചമൊന്നും എനിക്ക് കിട്ടണമെന്നില്ല, അപ്പോൾ ഇതിൻ്റെ അത്ര കൊടുത്താൽ മതി, അതിൽ കൂടുതൽ കൊടുക്കാനൊന്നും എനിക്ക് കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെയല്ല അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നിങ്ങൾക്ക് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ശരി, നിങ്ങൾ കൊടുക്കുന്നത് കൂടുതലും വാങ്ങുന്നത് കുറവുമാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ ഡെഫിസിറ്റ്. ആ ഡെഫിസിറ്റ് നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും അത് തിരിച്ചു കിട്ടിയിരിക്കും. അത് തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് കിട്ടും. അത് കിട്ടാതെ എവിടെയും പോവില്ല. അത് നിങ്ങൾ കണക്കാക്കി ഈക്വലാക്കി ഈക്വലായിട്ട് എല്ലാ കാര്യങ്ങളെയും കണക്ക് പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ളത് എനിക്ക് കിട്ടുന്നുണ്ട്, കിട്ടുന്ന കാര്യങ്ങൾക്ക് മാത്രം ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിലക്കും നിങ്ങൾ നോക്കണ്ട, കിട്ടൂല. ഇനിയിപ്പോൾ ഉമ്മയാണെങ്കിൽ ശരി, ഉപ്പയാണെങ്കിലും ശരി, അനിയനാണെങ്കിലും ശരി, ഏട്ടനാണെങ്കിലും ശരി, ഉമ്മമാരൊക്കെ വിചാരിക്കും നിങ്ങളൊക്കെ വളർത്തിയില്ലേ, മക്കളെ ഭയങ്കരമായിട്ട് ഞാൻ വളർത്തിക്കൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് എന്താ, കുട്ടികൾ വളർന്നപ്പോൾ നല്ലോണം ചിലവിനും തരുന്നില്ലേ, തിരിച്ച് ഒന്നും കിട്ടൂല മേലെ പോയി കഴിഞ്ഞാൽ. ഡെഫിസിറ്റ് എന്താണ്? നിങ്ങൾ എന്താ എക്സ്ട്രാ അവർ കൊടുത്തത്, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ഉമ്മാക്ക് എക്സ്ട്രാ കൊടുത്തത്, എന്താ നിങ്ങളെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ കമ്പനിക്ക് എക്സ്ട്രാ കൊടുത്തത്? നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്താ കൊടുത്തത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. അത് കിട്ടാതെ നിങ്ങൾക്ക് എവിടെയും പോവില്ല. ഓരോരോ കാര്യങ്ങളും നിങ്ങൾ ഈ മാനേജറായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷനും കറക്ഷനും വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങളിവിടെ ഇരിക്കുന്നത്. Just instruction and giving corrections. That's what we all call you managers. So what about direction? നിങ്ങൾ ആൾക്കാർക്ക് ഡയറക്ഷൻ കൊടുക്കുക. ഡയറക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ ജോബ് സ്കോപ്പിലുള്ള കാര്യമല്ല. എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ഒരു ഡയറക്ഷൻ അവർക്ക്, നിങ്ങളുടെ താഴെയുള്ള ആൾക്കാർക്ക് കൊടുക്കുക. നിങ്ങൾ അപ്പോഴുള്ള ഒരാൾക്കാർക്ക്, അത് പറഞ്ഞാൽ നിങ്ങളുടെ വിഷാണ്. കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കണമെങ്കിൽ കൊടുക്കാതിരിക്കാം. പക്ഷേ ഇൻസ്ട്രക്ഷനും കറക്ഷനും നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കാം. പക്ഷേ ഡയറക്ഷൻ എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ല, അത് നിങ്ങളുടെ വിഷാണ്. നിങ്ങൾ ഒരു ആളെ ഡയറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിലൊരു മാറ്റം ഉണ്ടാവും. ആ ഒരു മാറ്റം ഉണ്ടാക്കണം. അവിടെയാണ് നിങ്ങളൊരു മാനേജറാണ്. അവിടെയാണ് നിങ്ങളൊരു എക്സ്പീരിയൻസ്. 14 വർഷമായി ഒരു വർഷമായി നിൽക്കുന്ന ജോൺ ഇവിടെ എംപ്ലോയി ഓഫ് ദ മന്തായി, ബെസ്റ്റ് പെർഫോമറായി. ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ഒരാൾ നിങ്ങൾ എന്താണ് തിരിഞ്ഞു നോക്കുന്നത്? നിങ്ങൾ എന്താണ് താഴെയുള്ള ഒരാൾക്ക് നിങ്ങൾ എന്താ കൊടുക്കുന്നത്? നിങ്ങൾ താഴെയുള്ള ഒരാൾക്ക് നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളിൽ ഇംപ്രസ് ആവണില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ,
ഈ ഇൻഫ്ലുവൻസും ഇംപ്രസും ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചുക്കുമല്ല. നിങ്ങൾക്കൊന്നും പറയാനില്ല, നിങ്ങൾക്കൊന്നും അവകാശപ്പെടാനില്ല. നിങ്ങൾ കിട്ടുന്ന സാലറി, ആ കിട്ടുന്ന സാലറിക്ക് ജോലി ചെയ്യുന്നു, അത് ജോലി ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു. പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ പലതുമാണ്. നിങ്ങൾ ഡയറക്ഷനിലില്ല. ദർ ഇസ് നോ ഇമ്പാക്റ്റ്, ദർ ഇസ് നോ ഇൻഫ്ലുവൻസ്. ദെൻ വാട്ട്? നിങ്ങളെ കണ്ടിട്ട് ഒരാൾ പഠിക്കണ്ടേ? നിങ്ങളെ കണ്ടിട്ട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്താണ് നിങ്ങളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടേണ്ടത്? ഒന്നും കൊടുക്കണില്ല, വെറും കറക്ഷൻസ്, ഓൺലി ഇൻസ്ട്രക്ഷൻസ്. നിങ്ങൾ ജോലി ചെയ്യേണ്ടത് മാത്രം കൊടുക്കുക. നോ ഡയറക്ഷൻസ്, നോ ഇൻഫ്ലുവൻസ്, നോ ഇമ്പാക്റ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി, കമ്പനി വളരെ ഒരുപാട് ആൾക്കാരുണ്ടായിക്കൊണ്ട് ഒരു കമ്പനി ഒരു സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞിട്ട് ആ ഒരു കമ്പനിയുടെ തൊട്ടപ്പുറത്തുള്ള ഒരാൾ അവർക്ക് വന്നിട്ട് നിങ്ങളിൽ അവർ ഇൻഫ്ലുവൻസ്ഡ് അല്ല എങ്കിൽ, നിങ്ങൾ ഒരു കാര്യത്തിലും അവരുടെ ലൈഫിൽ നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, then you are just a human being. There is no difference. There is no point of being an African. There is no point of being, this get together. ഇവിടെ നമ്മൾ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അബ്രിക്കോ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയൊരു സംഭവമാണ്. ഡിസിപ്ലിൻ ഉണ്ട്, നമുക്ക് പല പല പ്രയോറിറ്റി ഉണ്ട്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളെന്താണ്, നമ്മൾ പല സമയത്തും പറയുന്ന കാര്യമാണ്. നമ്മളുടെ കമ്പനിക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ട്, നമ്മളുടെ സ്വന്തം ഉണ്ടാക്കിയ ഡിസിപ്ലിനാണ്. അത് ഇവിടെ വന്നിട്ട് ഒരാൾക്ക് പറയാൻ പറ്റില്ല, ആ കമ്പനിയിൽ അങ്ങനെയല്ലോ, ഈ കമ്പനിയിൽ ഇങ്ങനെയാണല്ലോ. ആ കമ്പനിയിൽ അങ്ങനെയല്ല, എന്നാൽ ഈ കമ്പനിയിൽ ഇങ്ങനെയാണ്. എന്നാൽ ഈ കമ്പനിയിൽ വേറെ എവിടെ ഇല്ലാത്തത് ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട്, കുറച്ച് പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത സഹിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഇവിടെ അബ്രിക്കനായി തുടരാൻ പറ്റുള്ളൂ. അതാണ് നമ്മളുടെ പ്രത്യേകത. ആ ഒരു പ്രത്യേകത ഉണ്ടായത് കൊണ്ടാണ് നമ്മളിങ്ങനെ സക്സസ് ആയി പോണത്. അതല്ലാതെ 90s-ലും 95-ലും 2000-ലും ജനിച്ച ഇതേ യങ് ബ്ലഡിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇത് നോക്കാം, നിങ്ങളൊരു മാനേജർ, ഒരാൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇവരവിടെ കേൾക്കും, ഇവരവിടെ ഇരിക്കും, ഇവർ അതിനെ എൻജോയ് ചെയ്യും, നമ്മളോടൊപ്പം കൂടിച്ചേരും. എന്തുകൊണ്ടാണ്? നമുക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ബാക്കിയുള്ള കമ്പനികളെ പോലെയല്ല നമ്മൾ. അവരെ പല രീതിയിലും അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, പല രീതിയിലും അവരുടെ ലൈഫിൽ നമ്മൾ ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ട്. യെസ്, അതാണ് അതിൽ മാറ്റം. ആ ഒരു മാറ്റം വെറുതെ ഉണ്ടായതല്ല, ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, ഒരു മാസം കൊണ്ടുണ്ടായതല്ല. ഈ 14 വർഷത്തെ ഓരോരോ സ്ട്രഗിളിലും ഓരോരോ സാക്രിഫൈസിലും ഇവിടെയുള്ള ഓരോരോ മാനേജറും അവരുടെ ടൈം കൊടുത്തിട്ടും അവരുടെ പേഴ്സണൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടും അവരുടെ പേഴ്സണൽ പോക്കറ്റിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ടും ഉണ്ടാക്കിയെടുത്ത ഒരു കൾച്ചറാണ്. ആ കൾച്ചറിൻ്റെ ഈ 2024 ലാസ്റ്റാണ് ഈ പ്രോഗ്രാം. ഇറ്റ്സ് എൻ അബ്രിക്കൻ ഡേ. ഈ അബ്രിക്കൻ ഡേ ഇതേപോലെ സക്സസ്ഫുള്ളി ഇത്ര പോസിറ്റീവായി കൊണ്ടുനടക്കുന്നത് ഇവിടെ ഓരോരോ ആൾക്കാരാണ്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? നമ്മൾ ആരെങ്കിലും മാനേജ്മെൻറ്റ് നീ ഇങ്ങനെ ഡാൻസ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഡാൻസ് ചെയ്യണം, വാട്ട് എ വണ്ടർഫുൾ പെർഫോമൻസ്. ഓരോരോ ആൾക്കാർ ചെയ്തു നോക്കാം. ഓരോരോ ആൾക്കാർ അവരുടെ തീം, അവരുടെ കോണ്ടൻറ്റ്, അവരുടെ അവർ കൊടുത്ത മെസ്സേജുകൾ, നമ്മൾ മാനേജ്മെൻറ്റ് കൊടുത്ത മെസ്സേജാണ്? നോ, അവരായിട്ട് ഉണ്ടാക്കിയതാണ്. എത്രമാത്രം അവർ ഇതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു അബ്രിക്കൻ ഡേക്ക് വേണ്ടിയിട്ട്. കാരണം എന്താണ്? യെസ്, അവർക്ക് അറിയാം ഇത് നമ്മൾ കൊടുക്കേണ്ടതാണ് എന്നറിയാം. വളരെ ഈസിയാണ്, മാനേജേഴ്സിനെ സംബന്ധിച്ചിട്ട് വളരെ ഈസിയാണ് ഇതുപോലെയുള്ള ഒരു ക്രൗഡിനെ, ഇതുപോലുള്ള ഒരു എംപ്ലോയീസിനെ, ഇതുപോലുള്ള ഒരു കൊലീഗിനെ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നതും അവരെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതും അവരിലേക്ക് ഡയറക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നതും വളരെ വളരെ ഈസിയാണ്. കാരണം അവർ ഫുള്ളി ഫെർട്ടിലൈസ്ഡ് എംപ്ലോയീസാണ് ഇവിടെയുള്ള ആൾക്കാർ. നിങ്ങൾ കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കേൾക്കും. അവർ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അവർക്ക് അറിയാം, കാരണം ദേ ഓൺ ദ ഓണർഷിപ്പ് ഓഫ് ദിസ് കമ്പനി. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളിലും ഓരോരോ ആൾക്കാരും നമ്മളെല്ലാം പറയുന്നത്. ഇവിടുത്തെ ഞാൻ ഓഫ് കോഴ്സ് ഇവിടുത്തെ പ്ലാറ്റിനം മെമ്പേഴ്സിനെയും ഗോൾഡൻ മെമ്പേഴ്സിനെയും ഇവിടെയുള്ള പല സീനിയർ മാനേജേഴ്സിനെയും ഞാൻ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, സ്മരിക്കുകയാണ്. എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഹൂ ബിലീവിങ് മീ, ഹൂ ബി വിത്ത് മീ ഇൻ മൈ സ്ട്രഗിൾ, മൈ സ്ട്രൈവിങ് ടൈം. ആ സമയത്തൊക്കെ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് പറഞ്ഞാൽ ഇതുപോലുള്ള സ്ട്രൈവിങ് ടൈമല്ല. അന്ന് ഇപ്പോൾ ജീഷ പറഞ്ഞതുപോലെ, ജീഷ അവിടെ ഉണ്ടോ? അവിടെ ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ജീഷ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞാൽ ജീഷ, എനിക്ക് തോന്നുന്നു ജീഷ 7ാമത്തെ എംപ്ലോയിയാണ്. ജീഷ 7ാമത്തെ എംപ്ലോയി ആയിരുന്നു. നമ്മുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അറിയാം, ഞാനൊന്നും നമുക്കൊന്നും ചിരിക്കാൻ പോലും സമയം ഉണ്ടായിട്ടില്ല. ഒരു ചിരിക്കുക, ഒരു ജസ്റ്റ് ഒന്ന് റെസ്റ്റോറൻറ്റിൽ പോവുക, ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ഡിന്നർ അറേഞ്ച് ചെയ്യുക,
അതിന് പറ്റൂലായിരുന്നു. ജാസിറിനോട് ചോദിച്ചു നോക്കി, ജാസിറുണ്ട് ഇവിടെ, നമ്മളുടെ ഇവനുണ്ട്, പിന്നെ ഗഫൂറുണ്ട്, ഉസ്മാനുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്നിരുന്ന പ്ലാറ്റിനം മെമ്പേഴ്സ് എല്ലാ ആൾക്കാരും ഉണ്ട്. അവരോട് ചോദിച്ചു നോക്ക്. ഒരാൾക്ക് ചിരിക്കാൻ പോലും ഒരു ചാൻസ് ഇല്ല, ഒരു ഡിന്നർ പോകാൻ ചാൻസ് ഇല്ല, ഒരു പാട്ട് പാടാൻ പറ്റില്ല. എന്നാൽ മര്യാദയ്ക്ക് സാലറി കൊടുക്കുക, അവിടെ കൊടുക്കുകയും ചെയ്യില്ല. എല്ലാ പ്രാവശ്യവും ഡിലേ, 15 ദിവസം, 20 ദിവസം, 25 ദിവസം ഡിലേ. ആ ഡിലേ ഉണ്ടായിട്ടും അവർ നമ്മളോടൊപ്പം നിന്നു. എന്നെ വിശ്വസിച്ചിട്ട് അവർ നിന്നു, ഈ കമ്പനിയെ വിശ്വസിച്ചു. നാളെ ഇത് മാറും, നാളെ ഇതൊരു സ്റ്റേജിലേക്ക് പോവും, ആ സ്റ്റേജിലേക്ക് പോവും എന്ന വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് അവർ ഇന്ന് ഈ സ്റ്റേജിൻ്റെ മുമ്പിൽ നമ്മളോട് ബാക്കിൽ നിന്നത്. നമ്മളെല്ലാ ആൾക്കാരും റെസ്പെക്ട് ചെയ്യേണ്ടത് അതുകൊണ്ടാണ്. ആ ഒരു വിശ്വാസം അവർ നമ്മളിൽ തന്നുകൊണ്ട്. ദേ ആർ ദ ഫൗണ്ടർ, ദേ ലേഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ. ആ ഒരു ഫൗണ്ടേഷൻ സ്റ്റോണ് അവരിട്ട് നമ്മളോട് നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് 19 ആൾക്കാർ വന്നു. ആ 50 ആൾക്കാർ, യെസ്, അവർ വന്നാലോചിച്ചൊക്കെ എത്രങ്ങാനും നല്ല നല്ല കമ്പനീസാണ് അവർ വന്നത്. പല പല കമ്പനികൾ, നല്ല നല്ല ഫേമിൽ നിന്ന്, റിലയൻസ് ഫ്രൈറ്റ് നിന്ന് വന്നു. അതേപോലെ ഫ്രൈറ്റ് സിസ്റ്റം, ഞാൻ എപ്പോഴും അഡ്മയർ ചെയ്യുന്ന, ഇപ്പോഴും ഞാൻ ബഹുമാനിക്കുന്ന ഫ്രൈറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് പേര്, ഷബീർ, ഷാനവാസ്, സിജി, എത്ര ആൾക്കാർ ഫ്രൈറ്റ് സിസ്റ്റത്തിൽ നിന്ന് വന്നു. നമ്മൾ ഇവിടുന്ന് വന്നു, ഒരുപാട് ആൾക്കാർ വലിയ വലിയ കമ്പനിയിൽ നിന്ന്. അന്ന് നമ്മുടെ കമ്പനി വളരെ ചെറുതായിരുന്നു, വളരെ ചെറുതായിരുന്നു. ഇന്ന് നമ്മൾ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ടൈനി കമ്പനി, ഒന്നുമില്ല. എന്നിട്ടും നമ്മളുടെ കമ്പനിയെ വിശ്വസിച്ചുകൊണ്ട് അവർ വന്നു. പല കാര്യങ്ങളും അവർ ചെയ്തു, പലതും. നാളെ ശരിയാവും, മറ്റൊന്ന് ശരിയാവും. യെസ്, വി ആർ ഗ്രോയിങ് ആൻഡ് വി ആർ ഡെവലപ്പിംഗ് ആൻഡ് ഓൾ ദ ഡേ വി ആർ ഡൂയിങ് സംതിങ് എന്ന രീതിയിലേക്കുള്ള ആ ഒരു ഇൻഫ്യൂസ് അവരുടെ മനസ്സിൽ വന്നുകൊണ്ടാണ് അവർ നമ്മളോട് നിന്നു. അവർ ഓരോരോ ദിവസങ്ങൾ നമ്മളോട് നിന്നു. മാറാൻ തുടങ്ങി, കാര്യങ്ങൾ മാറി, വെയർഹൗസുകൾ മാറി, സ്റ്റാറ്റസ് മാറി, സിമ്പിൾ മാറി, സൗകര്യങ്ങൾ മാറി. ഇന്ന് നമ്മൾ ഇവിടെ 14 വർഷമായി. 14 വർഷം. ഇറ്റ്സ് നോട്ട് എ ജോക്ക്, ഇറ്റ്സ് നോട്ട് എ സ്മോൾ സം ഓഫ് ടൈം. 14 വർഷം എന്ന് പറയുന്നത്, ആ ഒരു സ്ട്രഗിളിൽ എന്ന് പറയുന്നത് തീർച്ചയായും ഒരുപാട് ആൾക്കാരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒബ്വിയസ്ലി എല്ലാ ആൾക്കാരും. ഞാനിപ്പോൾ എൻ്റെ ഫാമിലി, ഇപ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ വൈഫുണ്ട്, റിയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാ ആൾക്കാരുണ്ട്. അതേപോലെ മജീദിൻ്റെ കുട്ടികളുണ്ട്, മജീദിൻ്റെ വൈഫുണ്ട്. പല സമയത്തും നാട്ടിൽ പോകാൻ വേണ്ടി പറ്റാതെ, പല സമയത്തും നാട്ടിൽ പോകേണ്ട അവസരങ്ങൾ പോകാതെ, എല്ലാം കൊണ്ടും അതൊക്കെ പാരൻറ്റിങ്ങിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്, അവരുടെ ഫാമിലിയെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഈ കമ്പനി തുടങ്ങുന്ന സമയത്ത് എനിക്ക് സപ്പോർട്ട്, നമ്മളുടെ ഒരു വൈഫിൻ്റെയോ അല്ലെങ്കിൽ കുട്ടികളുടെയോ സപ്പോർട്ട് ഇല്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഐ ആം റിയലി ബ്ലെസ്ഡ് വിത്ത് മൈ വൈഫ്, റിയലി ബ്ലെസ്ഡ് വിത്ത് മൈ കിഡ്സ്. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ കിഡ്സ്, 5 കിഡ്സ്. ഒബ്വിയസ്ലി, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അവർ നമുക്ക് തരുന്ന ഒരു എനർജി ഉണ്ട്, അവർ തരുന്ന ഒരു സപ്പോർട്ടുണ്ട്. യെസ്, ഹീ ഈസ് എ ബിസിനസ് മാൻ ആൻഡ് ഈ ഹാവ് അവർക്കത് എല്ലാ പ്രാവശ്യവും പറ്റൂല എന്നുള്ള ആ ഒരു തോന്നൽ അവർക്ക് തരുന്നത്. അതുപോലെ ഓരോരോ ആൾക്കാരും, പല ആൾക്കാരും, മജീദിൻ്റെ കാര്യത്തിലാണ് എൻ്റെ സാബിറായിരിക്കും, വ്യക്തിപരമായിട്ട് എൻ്റെ സിസ്റ്ററായിട്ട് കാണുന്ന ഒരാളാണ്. സാബിറുണ്ടോ അവിടെ? ഇല്ല, വാഷ്റൂം പോയി. നീ കൊടുത്തേച്ചായിരിക്കും, എനിക്ക് അവനെ അറിയാം എന്തായാലും ഞാൻ പറയുന്നു. അപ്പം എന്തായാലും സാബിറയാണെന്നുണ്ടെങ്കിലും ശരി, എല്ലാ ആൾക്കാരും, ഇപ്പോൾ ഷാനവാസിൻ്റെ വൈഫാണെന്നുണ്ടെങ്കിൽ ശരി, ഷബീറിൻ്റെ വൈഫാണെന്നുണ്ടെങ്കിൽ ശരി, സിജിൻ്റെ വൈഫ്, പിന്നെ ലിജു എന്താ പേര്, ലേഖ, ഓക്കെ, ഓരോരോ ആൾക്കാരും വ്യക്തിപരമായിട്ട് എനിക്കറിയുന്ന ആൾക്കാരാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് അവരെ വിളിക്കാൻ പറ്റും, അവർക്ക് എന്നെ വിളിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ്. കാരണം അവരൊക്കെയാണ് യഥാർത്ഥ സ്ട്രഗിൾ ചെയ്ത ആൾക്കാർ. ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പോകേണ്ട സ്ഥലത്ത് പോകാതെ, കിട്ടേണ്ട സ്ഥലത്ത് കിട്ടാതെ, ഹസ്ബൻഡിനെ കിട്ടാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് അവർ സാക്രിഫൈസ് ചെയ്തത് കൊണ്ടുകൂടിയാണ് ഈ അബ്രിക്കൻസിൻ്റെ ഈ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായും പുതിയ അബ്രിക്കൻസിനോടും എന്നോട് പറയാനുള്ളത്, യു വിൽ നെവർ എവർ റിഗ്രറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് 24 എന്നല്ല, 240 വർഷമാണെന്നുണ്ടെങ്കിലും നിലനിർത്തുക എന്നത് തന്നെയാണ് നമ്മളുടെ ഉദ്ദേശം. Of course, you should give more to this than you take. If you should give more to this than you take. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കൊടുത്തേ പറ്റൂ. നിങ്ങൾക്ക് കിട്ടുന്നത് കുറവായിരിക്കാം, പക്ഷേ you will never regret. And one day, this will compromise you. This will compromise one day. Definitely will one day നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കും. അത് ഇന്നാവോ എന്നാവോ എന്നുള്ളത് അറിയില്ല. ബിക്കോസ് അതിൻ്റെ ലിവിങ് എക്സാമ്പിളാണ് പ്ലാറ്റിനം മെമ്പർ എന്ന് പറയുന്ന ആൾക്കാരും ഗോൾഡൻ മെമ്പർ എന്ന് പറയുന്ന ആൾക്കാരും. അവർ ഓഫ് കോഴ്സ് ദേ ഗീവ് മോർ ദാൻ ദേ ടേക്ക്. അതുകൊണ്ടാണ് ഈ കമ്പനി ഇവിടെ ഉണ്ടായത്. ഒരു സംശയവുമില്ല, അവർ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. അവർ കുറവെടുത്തു, കൂടുതൽ കൊടുത്തു. ദെൻ ഐ കോംപ്രമൈസ്ഡ്. ഓഫ് കോഴ്സ് ഞാൻ പല കാര്യത്തിലും കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്.
അവർ ആ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറവെടുത്തത് കൊണ്ടും കൂടുതൽ കൊടുത്തത് കൊണ്ടുമാണ്. സോ ഓഫ് കോഴ്സ് യു ഷുഡ് ഗീവ് മോർ ദാൻ യു ടേക്ക്. ദെൻ വൺ ഡേ ദിസ് വിൽ കോമ്പൻസേറ്റ് യു. താങ്ക് യു സോ മച്ച്.